ഹായ് അങ്ങനെ സാർ വരുന്നതിന് ആ കമ്പനിയിൽ നിന്ന് അവസാനം അങ്ങ് അപമാനിച്ച് വിടുകയാണ്. അപ്പോൾ അവനോട് ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ചേട്ടന് നിൻ്റെ അച്ഛന് എവിടെ പോകുന്ന അവിടെയൊക്കെ ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ ഒരു പിറകെ തന്നെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് അങ്ങ് ഇൻസൾട്ട് ചെയ്ത് വിടുകയാണ്. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഇൻ്റർവ്യൂ ചെയ്ത് രണ്ടുപേരോടും പറയുന്നുണ്ട്, താങ്ക്സ്, നിങ്ങൾ രണ്ടുപേരും അവന് ഞാൻ വരുന്നതിന് മുന്നേ പറഞ്ഞയക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് ജീവിതത്തിൽ വേറെ കിട്ടാനുണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ രാധികയുടെ ആ ഒരു പാചകത്തിൻ്റെ പണികളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് അവൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ദേവനും യശോദയും കൂടി അവളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കടുക് എത്ര കിലോ, ഉലുവ എത്ര കിലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ അങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദേവനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, രണ്ടുപേരും എന്നോട് വഴിയെന്ന് ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ച്, അവർക്ക് ഇത് ഫുഡൊക്കെ വേണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ നിന്നോട് ചോദിച്ചിട്ട് ഉറപ്പ് പറയാം എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവനോട് ഈ രാധിക പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ അങ്ങനെ എന്നോട് ചോദിക്കാൻ നിന്നത്, അച്ഛൻ അപ്പോൾ തന്നെ അങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള ലിസ്റ്റൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാം, പച്ചക്കറിയുടെ ലിസ്റ്റ് ഒന്നും പിന്നെ എഴുതണ്ട, അത് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കാണുന്ന പച്ചക്കറികളൊക്കെ എടുത്തിട്ട് പോരാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, പിന്നെ പാചകം ചെയ്യാൻ വേറെ ആരെയൊന്നും നോക്കൊന്നും വേണ്ട, പാചകം ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഈയിടെ വലിയ കാര്യം പോലെ പറയുന്നുണ്ടില്ലേ, പാചകം ചെയ്യാൻ അമ്മ തന്നെയാണ്, ഞാൻ എന്തായാലും പാചകം ചെയ്യാൻ വരുന്നില്ല. ഞാൻ അമ്മ ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ മാത്രമേ ഞാനുള്ളൂ, അല്ലാതെ എല്ലാ പണിയും അമ്മ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അമ്മനോട് അവളൊരു തമാശ രൂപേണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, കണ്ട ദേവേട്ടാ, ഇവളിനി എങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് വന്നിട്ട് എന്നെ അകത്ത് കയറ്റ് പോലും ചെയ്യില്ല, എല്ലാ പണിയും അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും, അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നത്, അവൾ അടുക്കളയിൽ കയറില്ല പോലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ദേവേട്ടനോട് അവളെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതിനമ്മേ ഈ പാചകം എന്ന് പറയുന്ന കാര്യത്തിന് ഒരുപാട് നല്ല താളമുണ്ട്, ആ ഒരു താളത്തിനനുസരിച്ച് പാചകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് ആവശ്യമുള്ള സമയത്ത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എന്ന് തന്നെയാണ് അവളങ്ങനെ പറയുന്നത്. അതിനിടയിൽ ദേവന് ചോദിക്കുന്നുണ്ട്, അല്ല എപ്പോഴാണ് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തായാലും വരണ് വരട്ടെ, വരണ് വന്നിട്ട് നമുക്ക് സാധനം വാങ്ങാൻ പോകാം എന്നൊക്കെ പറയാണ്. അത് കേട്ട് യശോദ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വരുണിനെയും കൊണ്ടാണോ നിങ്ങൾ സാധനം വാങ്ങാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം തന്നെ രാധിക പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ മരുമാനെയും കൊണ്ട് സാധനം വാങ്ങാനൊന്നും എങ്ങോട്ട് പോകുന്നില്ല, പോരെ ഞാനും എൻ്റെ അച്ഛനും പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവളിങ്ങനെ അവളുടെ ഒരു മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഞാനിനി ഈ ഒരു കാറ്ററിംഗ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ ഓരോ ആളുകളെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ വലുതാക്കി വലുതാക്കി ഒരുപാട് വലിയൊരു പ്രസ്ഥാനമൊക്കെ ആക്കി മാറ്റണം, എന്നിട്ട് വലിയൊരു ബിസിനസ് ആക്കണം, അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഞാനിങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യശോദ അവളുടെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, വെറുതെ മനക്കോട്ട കെട്ടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, മനക്കോട്ട ഇത് മനക്കോട്ട ഒന്നുമല്ല, ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, വേണമെങ്കിൽ ഒരു മനക്കുടിൽ എന്നൊക്കെ പറയുക എന്നൊക്കെ ഇങ്ങനെ ഇവളൊരു തമാശ രൂപേണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവനും അത് കേട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അവൻ ദേവൻ പറയുന്നുണ്ട്, മനക്കുടിൽ അതെന്തായാലും ഇതുവരെ കേൾക്കാത്തൊരു വേർഡ് തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്തായാലും അവരുടെ ആ ഒരു കാറ്ററിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് അങ്ങ് കടന്നിരിക്കുകയാണ്. കണിമംഗലത്താണെങ്കിൽ നമ്മുടെ സൂര്യ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉർവശിയാണെങ്കിൽ അത് അകത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ എങ്ങനെ ഒരു പണി കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരിക്കും എന്തായാലും ഉർവശി അകത്ത്. അപ്പോൾ ഇവളിങ്ങനെ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൽപ്പന ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നത്. എന്താ ചെറിയമ്മ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതേ കൽപ്പനെ, ഈ ചന്ദ്രേട്ടന് ഇപ്പോൾ എന്തോ ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അത്ര, അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, പക്ഷേ അപ്പോഴടി ആ കാറ് കഴുകിയിട്ടില്ല, കാറിൽ ചളിയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ തന്നെ അതൊന്ന് സർവീസിന് കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അതിനാണെങ്കിൽ ചന്ദ്രേട്ടൻ ഇന്നലെ രാത്രിയല്ലേ എത്തിയത്, ആ രാത്രി സമയത്ത് സർവീസിങ്ങിന് ആരെ വിളിച്ചിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അത് സർവീസിന് കൊടുക്കാതിരുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഇപ്പോൾ ഒരു വഴി, എന്തായാലും നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും പിടിച്ചുകൊണ്ട് നേരെ സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പോൾ സൂര്യനോട് ഈ ഉർവശി പറയുന്നുണ്ട്,
അതെ, ചന്ദ്രേട്ടൻ എന്തായാലും ഇപ്പോൾ എന്തോ ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കാറാണെങ്കിൽ അപ്പടി ചളിയാണ്, നീ അതൊന്ന് കഴുകിയിടുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ സൂര്യ എതിർപ്പൊന്നും പറയുന്നില്ല. സൂര്യ പറയുന്നുണ്ട്, ആ അതിപ്പോൾ എന്താ ചെറിയമ്മ, ഞാൻ കഴുകിയിട്ടോളാം, വീട്ടിലെ വണ്ടി കഴുകുന്നത് ഒരു വലിയൊരു പാപമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെ കഴുകിയിട്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഉർവശി ഒരു സൂത്രത്തിൽ ഇങ്ങനെ അവനോട് പറയുന്നുണ്ട്, അല്ല നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു പൈപ്പൊക്കെ എടുത്തിട്ട് അതങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് വാഷ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഉർവശിയും കൽപ്പനയും ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അല്ല അതിൽ അത്ര വലിയ ചളിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് കഴുകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശിനോട് കൽപ്പന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഇടി അത് ആ വണ്ടി കഴുകുന്നത് ആരാണ് നീ എന്ന് നോക്ക്, അത് സൂര്യയാണ് ആ വണ്ടി കഴുകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവളോട്. അപ്പോൾ ഇവനിങ്ങനെ വണ്ടി കഴുകുന്നതിൻ്റെ ഇടയിൽ ഈ ഉർവശി ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കൽപ്പനയോട്, അല്ല കൽപ്പന നീയും കൂടി ഒന്ന് പെട്ടെന്ന് പോയി സഹായിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കൽപ്പന അങ്ങ് ഞെട്ടാണ്, അല്ല ഞാൻ പോയി വണ്ടി കഴുകാനേ, ചെറിയ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതേ അവനിപ്പം വണ്ടി കഴുകിയിട്ട് ഇത്രയും പെട്ടെന്ന് ആവില്ല, ചന്ദ്രേട്ടനാണെങ്കിൽ ഇപ്പം തന്നെ പോകാനാവും, നീ പെട്ടെന്ന് അത് കേൾക്ക്. പിന്നെ നീ ഈ വണ്ടി കേൾക്കുന്നതൊക്കെ ചന്ദ്രേട്ടൻ വന്ന് കാണുമ്പോൾ ചന്ദ്രേട്ടൻ വിചാരിക്കും നീ കൽപ്പന അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ നല്ല കാര്യം ചെയ്യുന്നത് വിചാരിച്ച് നിന്നെക്കുറിച്ചൊരു നല്ലൊരു ഇമ്പ്രഷനായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീയും കൂടെ പോയി ഒന്ന് കഴുക്, അപ്പോൾ ചെറിയച്ഛന് നിന്നോടൊരു സ്നേഹം ഉണ്ടാവും, പിന്നെ ചെറിയച്ഛന് നിന്നെയും ഗൗതമിനെയും എന്നെയൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവൾ ഇതൊക്കെ ശരിയാണെന്നൊക്കെ വെച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സൂര്യയുടെ അടുത്ത് പോയിട്ട് അവനെ അങ്ങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി ആണെങ്കിൽ അതൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കണ്. അപ്പോൾ ഈ കൽപ്പനോട് ഈ സൂര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ചെറിയമ്മയുടെ തനി സ്വഭാവം, അവർ നിന്നെ എന്തായാലും കൂട്ടത്തിൽ കൂട്ടില്ല, അവർ നിന്നെ ഒരു പണിക്കാരിയായിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് നിന്നെ അവരിപ്പോൾ നല്ല സൂത്രത്തിൽ ഇവിടെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നൊക്കെ ഇങ്ങനെ സൂര്യ ഇവളോട് ഇങ്ങനെ സത്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കൽപ്പനക്ക് അതൊന്നും ഓടുന്നില്ല. ഈ കൽപ്പന പറയുന്നുണ്ട്, അയ്യേ അതൊന്നും അല്ല ചെറിയമ്മ എന്നോട് ഈ ചന്ദ്രേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ ചെറിയച്ഛൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ്, അല്ലാതെ ചെറിയമ്മേനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൂര്യ പറയുന്നതൊക്കെ അവൾ അങ്ങ് അവഗണിക്കുകയാണ്. പക്ഷേ സൂര്യ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഉർവശിയാണെങ്കിൽ അവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്രേട്ടൻ അങ്ങ് അവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉർവശി ഞാൻ എന്തായാലും പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉർവശി അവരെ അങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. ചന്ദ്രേട്ട ഒരു മിനിറ്റ് നോക്കുക, ആ കാഴ്ച ഒന്ന് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വണ്ടി രണ്ടുപേരും ഉണ്ട് കഴുകുന്നത്. അപ്പോൾ ഈ ചന്ദ്രേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല അവർ രണ്ടുപേരും എന്തിനാണ് വണ്ടി കഴുകുന്നത്, ആ വണ്ടിക്ക് ചളിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേട്ടൻ വണ്ടി ആരാ കഴുകുന്നതെന്ന് നോക്ക്, ആ കൽപ്പനയും ആ സൂര്യയാണ്. അപ്പോൾ ഈ ചന്ദ്രേട്ടൻ പറയുന്നുണ്ട്, അല്ല കൽപ്പന എന്തിനാ അവനെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ചന്ദ്രേട്ട അത് ഞാൻ ആ കൽപ്പനക്കിട്ടൊരു പണി കൊടുത്തതാണ്, കാരണം കൽപ്പന എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചിരുന്നു, ചന്ദ്രേട്ടൻ്റെ അടുത്ത് ഈ കണിമംഗലം വന്ന സമയത്ത് അവൾക്ക് എന്താ കണിമംഗലത്തെ അവകാശം എന്ന്, അവൾക്ക് എന്തായിരിക്കും ഇവിടുത്തെ അധികാരം എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. അവളുടെ സ്ഥാനം എന്താണ് എന്നുള്ള അവളുടെ ആ ഒരു ചോദ്യത്തിന് അവളുടെ സ്ഥാനം ഇതാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തതാണ്. അവൾ ഇവിടുത്തെ വെറും ജോലിക്കാരിയാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ ഉർവശി പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന് അത് ഭയങ്കര ഇഷ്ടമാകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൽപ്പന പോലും ഈ ഉർവശിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചന്ദ്രശേഖരനെ ഇനി മതി എന്നൊക്കെ പറഞ്ഞിട്ട് കാറെടുത്ത് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉർവശിയുടെ അടുത്തേക്ക് കൽപ്പന വന്നിട്ട് പറയുന്നുണ്ട്, ചെറിയമ്മ കാറ് കഴുകി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതേ ഈ ചെറിയച്ഛൻ എന്താ നിന്നെ പറ്റി പറഞ്ഞതെന്നറിയോ, നീ ആ വണ്ടി കഴുകുന്നത് കണ്ടപ്പോൾ നീ ഒരു വിളക്കാണെന്നാ, ഈ വീടിൻ്റെ വിളക്കാണെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, വിളക്കോ, അത് നിലവിളക്കൊക്കെ കൊളുത്തി വരുമ്പോഴല്ല പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവൾ ചോദിക്കണേ. അപ്പോൾ ഈ ഉർവശി മെല്ലെ അങ്ങ് തടി തപ്പാണ്. അവൾ പറയുന്ന, അന്നൊന്നും കാറില്ലാത്ത സമയത്തായിരുന്നു അതൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ കാറുള്ള സമയമല്ലേ, അതുകൊണ്ട് കാറുള്ള സമയത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, കാറ് കഴുകുമ്പോഴും ഇതൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ മണ്ടി കൽപ്പന അങ്ങ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ആ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കാര്യമാണ്. അവരാണെങ്കിൽ ആ സിനിമ ഷൂട്ടിങ്ങിൽ ആ ഒരു നായിക കസ്തൂരിയായിട്ടുള്ള ഷൂട്ടിങ് ഇവർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷൂട്ടിങ് അങ്ങ് മുടക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ആ ഡയറക്ടർ നേരെ അങ്ങോട്ട് അവരോട് വന്നിട്ട് സംസാരിക്കാനിരിക്കുകയാണ്. ഞാനെന്തായാലും സംസാരിച്ച് നോക്കട്ടെ അവരോട് എന്നൊക്കെ ആ മാനേജിങ് ഡയറക്ടറോട് ആദ്യത്തിൽ ഒന്ന് സൂചിപ്പിച്ചിട്ട്
സുകുമാര മുത്തശ്ശിയോടും പ്രിയങ്കരോടും അങ്ങ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരോട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സർ ഈ സിനിമ മുടക്കാതിരിക്കാനാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഷൂട്ട് ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശി അവനോട് അങ്ങ് കരുത്ത് സംസാരിക്കുന്നുണ്ട്. ഇല്ല, എന്തായാലും അവളുമായിട്ട് എൻ്റെ മകളുടെ കൂടെയുള്ള ആ ഒരു ഷൂട്ട് നടക്കില്ല. ആദ്യം ഇവളുടെ സ്വന്തമായിട്ടുള്ള ഷൂട്ട് നടത്തിക്കോ, എന്തായാലും തുടക്കത്തിൽ തന്നെ അവൾ ഈ ക്യാമറയിൽ പതിയണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സുകുമാര മുത്തശ്ശി എത്രയായിട്ട് ആ ഡയറക്ടറിനോട് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഡയറക്ടർ പറയുന്നുണ്ട്, അത് പിന്നെ ഈ ഒരു കഥ ഞാൻ നന്നായിട്ട് വായിച്ച് നോക്കി, അതിനനുസരിച്ചാണ് ഞാൻ എന്തായാലും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ ഡയറക്റ്റിംഗ് ഫീൽഡിലേക്ക് വന്നത്. ഞാൻ ഒരുപാട് കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമ തന്നെ മുടങ്ങിപ്പോകും. പിന്നെ അത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾ ഇതൊന്ന് സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആ മാനേജിങ് ഡയറക്ടർ പറയുന്നുണ്ട്, സർ അല്ലെങ്കിൽ ഇതുപോലെ ഇവർ പറയുന്നത് പോലെ അങ്ങ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഡയറക്ടർ ആ മാനേജിങ് ഡയറക്ടറോട് അങ്ങ് ചൂടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? കാരണം എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമ തന്നെ കുളമാകും. അങ്ങനെ ഞാൻ എൻ്റെ മണ്ണിൽ എൻ്റെ ചോറിൽ തന്നെ മണ്ണ് വാരി ഇടാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ലേ. എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം എന്തായാലും നിങ്ങൾക്ക് സമ്മതിച്ച് തരാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ടിങ് ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയറക്ടർ എന്തായാലും ആ മാനേജറൊക്കെ നന്നായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് പോയി കഴിഞ്ഞതിന് ശേഷം സുകുമാരി മുത്തശ്ശി ആ പ്രിയങ്കനോട് പറയുന്നുണ്ട്, കണ്ടില്ല അവൻ്റെ ഒരു അഹങ്കാരം, എന്തൊരു അഹങ്കാരം, അവൻ്റെ അഹങ്കാരം ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് ഡിസ്കസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്തായാലും അവർ ആ ഒരു ഷൂട്ടിങ്ങിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ഈ സിനിമ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെന്തോ വിളിച്ചു പറയില്ലേ, അതെന്താണ് എന്നൊക്കെ ഈ സുകുമാരി മുത്തശ്ശി പ്രിയങ്കനോട് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിനോട് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ആ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഉറക്കെ പാക്കപ്പ് എന്ന് അങ്ങ് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഷൂട്ടിംഗ് അങ്ങ് മുടങ്ങിയിരിക്കുകയാണ്. പൈസ ഒക്കെ നഷ്ടപ്പെടുന്നത് ഈ സുകുമാരി മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും ആണ് എന്നുള്ളൊരു ചിന്ത എന്തായാലും രണ്ടുപേർക്കും അവിടെ ഇല്ല. അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അവരുടെ അഹങ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സിനിമ മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ അന്നത്തെ ആ ഷൂട്ടിങ് അവിടെ അങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ വരുണ് ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് രാധികനെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആ സേറയുടെ കമ്പനിക്കാണ് പോയിരുന്നത്, അതൊന്നും മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു, ഇങ്ങനെ നാണം കേടാ ഇനി വേറെ ഇല്ല, അവൾ നാണം കെടുത്തിയാണ് എന്നെ വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ഈ രാധികനോട് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കൊന്നും വേണ്ട, കാരണം നമ്മുടെ ഈ നാട്ടിൽ അവരുടെ കമ്പനി മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് അങ്ങ് ട്രൈ ചെയ്യാം, എന്തായാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയാണ്. അപ്പോൾ ഈ വരുണാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മടുത്ത് ഇനി എനിക്ക് വയ്യ, എന്തായാലും ഞാൻ ഈ അലഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ, എവിടെയും ഒരു ജോലി കിട്ടുന്നില്ല. പിന്നെയാണെങ്കിൽ എൻ്റെ ഒരു നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് കണിമംഗലം ഗ്രൂപ്പിൻ്റെ ഒരു MD ആയതുകൊണ്ടും ഞാനാണ് ആ ഒരു കമ്പനി തകർത്തത് എന്നുള്ളൊരു നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ടും ആരും എനിക്ക് ജോലി തരാനും ഉദ്ദേശിക്കുന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ ജോലി തരണമെന്ന് വിചാരിച്ചാൽ ആ കാര്യം അറിഞ്ഞാൽ അവരും ജോലി തരില്ല എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രാധിക പറയുന്നുണ്ട്, അതിനിപ്പോൾ സാവധാനം തിരഞ്ഞു നോക്കിയാൽ മതി, അത്ര അർജൻറ്റ് കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു ജോലി വേണമെന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ മ്യൂസിക് ക്ലാസ്സും ഉണ്ട്, പിന്നെ ഈ കാറ്ററിങ്ങിൻ്റെ പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് അത്ര അർജൻറ്റായിട്ട് ചെയ്യുന്നു വേണ്ട, സാവധാനം നമുക്ക് അങ്ങനെ അന്വേഷിച്ചൊരു ജോലി കണ്ടെത്തിയാൽ മതി വരുണേ എന്നൊക്കെ ഇങ്ങനെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരും പറയുന്നുണ്ട്, എന്നാലും അതിൻ്റെ പിറകിലുണ്ട് ഒരു പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. കാരണം നിങ്ങളിങ്ങനെ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ വെറുതെ എങ്ങനെ നിങ്ങളുടെ ഭക്ഷണം ഇരുന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇവനങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം ഞാനെന്ന് പറയുന്നത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാനൊരു അനാഥയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ എല്ലാ നെഗറ്റീവുകളും എല്ലാ പോരായ്മകളും എല്ലാം അറിഞ്ഞിട്ടും വരുന്ന എൻ്റെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വന്ന് എന്നെ സ്വീകരിച്ച ആളാണ്. അപ്പോൾ ഒന്നില്ലായ്മയെന്ന് എന്നെ സ്വീകരിച്ച സമയത്ത് വരുൺ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ വരുണിനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാനല്ലേ വരുണിൻ്റെ കൂടെ നിൽക്കേണ്ടത്, അപ്പോൾ ഞാനല്ലേ വരുണിനെ കൈ ഒഴിയാതെ വരുണിൻ്റെ കൈ പിടിച്ച് ഉയർത്തേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് പറഞ്ഞ് ഇവനെ അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവങ്ങനെ പറയുന്നത് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാലും അതിലൊരു പ്രശ്നം ഇല്ലേ എന്നൊക്കെ
വരനെ രാധികനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ രാധിക അതിലൊരു കുഴപ്പമില്ല, ഇനി സാവധാനം ജോലിയൊക്കെ നോക്കിയാൽ മതി, ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എടി രാധികയെ, ഞാൻ നിന്നെയൊന്നും ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ചന്ദ്രശേഖരന് ചെറിയച്ഛന് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന ആ സമയത്ത് ഞാൻ തെരുവിൽ ഇറങ്ങി ഇങ്ങനെ തെണ്ടേണ്ടി വന്നിരുന്നു. നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടെയെങ്കിലും എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ തെരുവിലൊക്കെ തെണ്ടി നടക്കുമായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഭ്രാന്തനായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും, എൻ്റെ മാനസികാവസ്ഥയൊക്കെ തെറ്റിയിട്ട് ഞാനൊരു ഭ്രാന്തനായിട്ട് അങ്ങനെ ചുറ്റി നടക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഏയ് വരുൺ അങ്ങനെ ഭ്രാന്തനായിട്ട് ചുറ്റി നടക്കുന്നില്ല, വരുണിനെ പോലെ നല്ല മനസ്സുള്ള ആൾക്കൊന്നും ഭ്രാന്ത് വരില്ല എന്നൊക്കെ ഇവളങ്ങ് പറയാണ്. അപ്പോൾ ഈ വരുണും പറയുന്നുണ്ട്, ഭ്രാന്ത് വരാൻ അങ്ങനെ നല്ല മനസ്സ് ചീത്ത മനസ്സ് എന്നൊന്നുമില്ല, ആർക്കും വരാവുന്നതാണ് ഈ ഭ്രാന്ത്. അപ്പോൾ ഞാൻ എന്തായാലും മിക്കവാറും നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ഒക്കെ മൊത്തത്തിൽ തെറ്റിപ്പോയേനെ, ഞാനിങ്ങനെ തെരുവിലൂടെ ഓരോരുത്തരോട് ഇങ്ങനെ യാചിച്ച് നടന്നേനെ എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഏയ് വരുണിന് അങ്ങനെയൊന്നും വരില്ല, വരുണിൻ്റേതെന്ന് പറയുന്നത് നല്ല മനസ്സായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരില്ല, ഇനി അങ്ങനെ വരാനെത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, വരുണിൻ്റെ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഇങ്ങനെ കൈ പിടിച്ച് ഉയർത്തേണ്ടത് എൻ്റെയും കൂടി ഒരു കടമയാണ്. അപ്പോൾ അതൊക്കെ കടമൊക്കെ കഴിഞ്ഞ് വരുൺ അങ്ങ് നിൽക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോകാം, അങ്ങനെ വരുൺ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രാധിക. രാധികയുടെ ആ ഒരു ആശ്വാസം തന്നെ വരുണ് ഭയങ്കരമായിട്ടൊന്ന് അവൻ്റെ ആ ഒരു മനസ്സിലെ ടെൻഷനും എല്ലാം അങ്ങ് കുറയുന്നൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ ഷൂട്ടിങ്ങൊക്കെ മുടക്കി അവർ രണ്ടുപേരും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറിയിട്ട് നല്ല ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫുള്ള് ഫുഡും ഒക്കെ ആയിട്ട് അങ്ങ് ലാവിഷായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ലൊക്കേഷനിലുള്ള ബാക്കി എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. സിനിമ അന്ന് നിന്ന് പോകുമോ, ഞാൻ ഷൂട്ടിംഗ് അങ്ങാനും ഫ്ലോപ്പായി പോകുമോ എന്നുള്ള ടെൻഷൻ എന്തായാലും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു കുഴപ്പം. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നേരെ ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നമ്മൾ ആ സിനിമ എന്താ സംഭവിക്കുന്നത്, എന്തായാലും ആ ഷൂട്ടിങ് മുടങ്ങാതിരിക്കണ്ടേ, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടേ. ഞാൻ എന്തായാലും ആ ഡയറക്ടറോട് പറഞ്ഞ് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ ഷൂട്ടിങ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്തായാലും ആ ഒരു സീന് മാറ്റാൻ അവർ സമ്മതിക്കില്ല. നമുക്കിതിങ്ങനെ ഇങ്ങനെ സിനിമ നിർത്തി വെച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം നമ്മൾ ഈ ഷൂട്ടിങ് അങ്ങ് മുടങ്ങിയ 3 ലക്ഷത്തോളം കൂടുതൽ പൈസ നഷ്ടപ്പെടുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ് മുടക്കണോ, നമുക്ക് ആ ഒരു സീന് തന്നെ ഷൂട്ട് ചെയ്താൽ പോരാ എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ആർക്ക് നഷ്ടം, പൈസ പോവുകയാണെങ്കിൽ പോകട്ടെ, ഞങ്ങളുടെ പൈസയല്ലേ, പിന്നെ ആർക്കും അപ്പോൾ ഇത്ര ടെൻഷന്, എന്തായാലും സിനിമ മുടങ്ങുകയാണെങ്കിൽ മുടങ്ങട്ടെ എന്നുള്ള രീതിയിൽ സുകുമാരൻ മുത്തശ്ശി അങ്ങനെ ലാവിഷായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, അയാൾ പറയുന്നതിലും കാര്യമുണ്ട്, നമ്മളിങ്ങനെ പൈസ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് പോയാൽ അവസാനം നമ്മുടെ പൈസയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി അയാൾ പറയുന്ന രീതിയിൽ അങ്ങ് ഷൂട്ടിങ് തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണോ മോളെ, അതുപോലെ തന്നെ തുടങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ഈ സിനിമ മുടങ്ങിയാൽ എന്തായാലും പൈസക്ക് നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും, അപ്പോൾ നമ്മളിങ്ങനെ പൈസ നഷ്ടപ്പെടുത്തണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ സിനിമ തന്നെ അങ്ങ് ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്യാൻ പറയുക, എന്തായാലും വരുന്നിടത്ത് വെച്ച് നടക്കട്ടെ, അയാൾക്കുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ഒരു സിനിമ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പെർമിഷനൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സീരിയൽ എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ കൽപ്പനയാണെങ്കിൽ അവളുടെ ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് സൂര്യയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം എന്തായാലും ഉർവശിയുടെ അടുത്തുനിന്ന് ഈ കൽപ്പനയ്ക്ക് നല്ലൊരു 8ൻ്റെ പണിയൊക്കെ വരാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. ഉർവശി എന്തായാലും ഈ കൽപ്പന ചേർത്ത് പിടിക്കില്ല, അവളെന്തായാലും അവസാനം ഇവളെ അങ്ങ് പുറത്തേക്ക് തട്ടാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കൽപ്പന ഇനി എത്രയും പെട്ടെന്ന് ഈ സൂര്യയുടെ അടുത്തേക്ക് തന്നെ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.